കുമ്മാട്ടി മഹോത്സവം തൃശ്ശൂരിൽ പൊടിപൊടിക്കുകയാണ്. ഉത്രാട ദിനത്തിൽ തുടങ്ങിയ കുമ്മാട്ടി മഹോത്സവമാണ് ഇപ്പോഴും വിവിധ ദേശങ്ങളിൽ നിന്നും വളരെ സജീവമായി ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ മന്ത്രി വി എസ് സുകുമാർ, അതുപോലെ തന്നെ സംഘാടകനായ ഹരിയൊക്കെ ഉണ്ട്. സുനിച്ചേട്ടാ, ഈ കുമ്മാട്ടിയൊക്കെയും തൃശ്ശൂരിൻ്റെ ഒരു അഴകല്ലേ? തൃശ്ശൂരിൻ്റെ തനതായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ഒന്ന് കുമ്മാട്ടിയാണ്. പിന്നെ മറ്റൊന്ന് നാലോണ ദിവസത്തെ പുലിക്കളി. അപ്പോൾ പുലിക്കളിയും കുമ്മാട്ടിയൊക്കെ ഏകദേശം ഒരുപോലെ ജനങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നായകനാൽ ദേശത്തെയാണ്. പല ദേശത്തുള്ള കുമ്മാട്ടികൾ, അതായത് ദേശപ്രദേശങ്ങളെല്ലാം പ്രദർശനം ചെയ്ത്, അതും വളരെ വിസ്തൃതമായ കലാകാരന്മാർ. ഇപ്പോൾ കോട്ടപ്പടി സുരേന്ദ്രൻ്റെ നാദസ്വരമൊക്കെ ഉൾപ്പെടെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഓണാഘോഷ പരിപാടി ഈ വയനാടിൻ്റെ ദുരന്തമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ ആഘോഷ പരിപാടികളും ആ ദുരന്തത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നടത്തുകയാണ്. ഈ ഇതിൽ കുമ്മാട്ടിയും എല്ലാം കൂടി വേഷങ്ങൾ 21 ഉണ്ട്. പിന്നെ ഈ രാഗദീപം മുണ്ടത്തിക്കൊണ്ട് ബാൻഡുണ്ട്, കോട്ടപ്പടി സുരേന്ദ്രൻ്റെ നാസറുണ്ട്. പിന്നെ സുനിച്ചേട്ടൻ്റെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു സുനിച്ചേട്ടനുണ്ട്. നമ്മളിപ്പോൾ മൂന്നാമത്തെ കൊല്ലമാണ്. ഒരു കൊല്ലം മുടക്കമില്ലാണ്ട് നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ കുമ്മാട്ടി പുലിക്കളിക്ക് ഉണ്ടാവില്ല എന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് വലിയൊരു ആശങ്ക തൃശ്ശൂർക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് ആവശ്യമായിട്ട് മേയറുണ്ടാക്കിയാണ്, ഒരാവശ്യം നടന്നില്ല. ശരിക്കും ഒരു കോർഡിനേഷൻ ആവില്ല കുമ്മാട്ടിക്ക്, പുലികളി പോലെ തന്നെ കോർഡിനേഷൻ എല്ലാ അതങ്ങനെ വേണ്ടാണ്. ഇപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതിൽ വെറുതെ ആവശ്യമായിട്ട് ഇടപെട്ടുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. സർക്കാർ വല്ല നിയന്ത്രണം നടത്താമെന്നല്ലാതെ അങ്ങനെ ഉണ്ടായൊരു കൺഫ്യൂഷൻ അല്ലാണ്ട് നാട്ടുകാർക്കൊരു പ്രശ്നമില്ല, എല്ലാം കൂടി നടക്കും. അപ്പോൾ ഏതായാലും കുമ്മാട്ടി മഹോത്സവം ഗംഭീരമായ അരങ്ങ് തകർക്കുകയാണ്. വളരെ സജീവമായി പ്രാദേശികമായ എല്ലാ ദേശങ്ങളിലുള്ള കുമ്മാട്ടികൾ ഇറങ്ങുന്നു. കുമ്മാട്ടികൾക്കൊപ്പം നിശ്ചല ദൃശ്യങ്ങളുണ്ട്, തെയ്യമുണ്ട്, മേളമുണ്ട്, അങ്ങനെ തുടങ്ങി കലാകാരന്മാരുടെ ഒരു സംഗമമായി മാറുകയാണ് തൃശ്ശൂരിലെ കുമ്മാട്ടി മഹോത്സവം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.